ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ അർജന്റീന ടീമിനെ എന്ത് വിശേഷിപ്പിക്കണം എന്നറിയില്ല. തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികൾ, അത് ഒരിക്കൽ കൂടി അർജന്റീന തെളിയിച്ചിരിക്കുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി അസാധ്യമെന്ന് തോന്നിച്ച ഒരു തിരിച്ചുവരവ് അർജന്റീന നടത്തിയിരിക്കുന്നു. ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം അസാധാരണമായ ഒരു പ്രകടനം അർജന്റീന നടത്തി. അങ്ങനെ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന ഒരിക്കൽ കൂടി കലാശ പോരാട്ടത്തിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിലൊക്കെ ഇംഗ്ലണ്ടാണ് മികച്ച പ്രകടനം നടത്തിയത്. ആദ്യ പകുതിയിൽ ഒരുപാട് ഫൗളുകൾ പിറന്നു. പിന്നീട് രണ്ടാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. 55-ാമത്തെ മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡെടുക്കുകയായിരുന്നു. അതായത് മോർഗൻ റോജേഴ്സിന്റെ ഒരു ക്രോസ് വരുന്നു, ആന്റണി ഗോർഡൻ അത് ഗോളാക്കി മാറ്റി. അതിനുശേഷം ഇംഗ്ലണ്ട് പ്രതിരോധത്തിലേക്ക് ഒരൽപ്പം പിൻവലിഞ്ഞു. അതാണ് അവർക്ക് തിരിച്ചടിയായി മാറിയത്. പിന്നീട് അർജന്റീൻ ആക്രമണ നിരയുടെ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് ആക്രമണങ്ങൾ അർജന്റീന നടത്തി. അതിന്റെ ഫലമായിക്കൊണ്ട് 85-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു കിടിലൻ ഗോൾ പിറക്കുകയായിരുന്നു. മെസ്സിയുടെ പാസ് സ്വീകരിച്ച എൻസോ ഫെർണാണ്ടസ് ഒരു കിടിലൻ ലോങ് റേഞ്ച് ഗോളാണ് നേടിയത്. അങ്ങനെ 85-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോളിലൂടെ അർജന്റീന ഒപ്പമെത്തി. പിന്നീട് 92-ാമത്തെ മിനിറ്റിലാണ് അർജന്റീനയുടെ വിജയ ഗോൾ പിറന്നത്. അതായത് മെസ്സിയുടെ ഒരു കിടിലൻ ക്രോസ് വരുന്നു, അത് ലൗറ്ററോ മാർട്ടിനസ് ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി. 92-ാമത്തെ മിനിറ്റിൽ ആ വിജയ ഗോൾ പിറന്നു. അതിനുശേഷം ഗോളുകൾ ഒന്നും പിറന്നില്ല. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചു. ഒരിക്കൽ കൂടി അവർ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ തിരിച്ചു വന്നതുപോലെ അർജന്റീന ഇംഗ്ലണ്ടിനെയും ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ കലാശ പോരാട്ടത്തിൽ സ്പെയിനാണ് അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ജൂലൈ 19-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള കലാശ പോരാട്ടം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.